കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറബിക്കിൻ്റെ എക്സാം കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞ അറബിക്കിൻ്റെ 6ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറുകളുടെ ഉത്തരമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമതായി വന്നിരിക്കുന്നത് ഒരു പാരഗ്രാഫാണ്. പാരഗ്രാഫ് വായിച്ച് ഉത്തരം നൽകാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ഐന യഅ്മലു വാലിദു ഫർഹാന. ഉത്തരം ഡൽഹി. ഡൽഹി എഴുതിയവരുടെ ഉത്തരമൊക്കെ എന്താണ്? കറക്റ്റാണ്. രണ്ടാമത്തെ ചോദ്യം, മത്ത റജഅത്തി. ചോദ്യം ഞാൻ വായിക്കുന്നില്ല, അതിൻ്റെ ഉത്തരം ലാസ്റ്റ് ഇതാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് താജ്മഹൽ പണിഞ്ഞ ആളുടെ പേരാണ് ഇവിടെ ചോദിക്കുന്നത്. ഉത്തരം ഇതാണ്. ആ ചുവപ്പ് കളർ കൊണ്ട് വട്ടമിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതാ, ഇവിടുന്ന് മുതൽ ഇവിടുത്തം വരെ എന്ന് പറയുന്നതാണ്. ചുവപ്പ് കളർ കൊണ്ട് മാർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ഉത്തരം എന്ന് പറയുന്നത് ഇത് ശരിയാണെന്ന് അറിഞ്ഞൂടാ, എന്നാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത് യോജിപ്പിക്കാം. 1, 2, 3, 4. ഒന്നാമത്തെ കിസ്മുൽ അൽ ബാനി വൽ ജുബുനി, അത് ഒഴിവാക്കണം. ഒന്നാമത്തതിൻ്റെ ഉത്തരം ഇതാണ്. രണ്ടാമത്തതിൻ്റെ ഉത്തരം ഇതുമാണ്. മൂന്നാമത്തതിൻ്റെ ഉത്തരം ഇതുമാണ്. 4ൻ്റെ ഉത്തരം നേരെ താഴെയുള്ളതുമാണ്. മനസ്സിലായോ? 1, 2, 3, 4 ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ക്യൂസ്മുൽ മറ്റ് അതാണ് പറഞ്ഞു തരാം. 1, 2, 3, 4. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ നേരെ താഴെയുള്ള ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നടുക്കത്തത്, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മൂന്നാമത്തതുമാണ്. 3ൽ എയും ഉണ്ട് ബിയും ഉണ്ട്. ഞാൻ ചെയ്തത് എ ആണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ എൻ്റെയാണ് പറയുന്നത്. ബിക്കാരൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കൺഫിക്. അതിന് ഇവിടുന്ന് മുതൽ കാണിച്ചുതരാം. രണ്ടാമത്തേത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫീ മുതൽ ലാഹി വരെ എഴുതുക. പിന്നെയുള്ള വത്തുലുബു അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടത് പറ്റുന്നുണ്ട്. ആ ബ് എന്നുള്ളത് ഭൂന്നാക്കുകയും ഇവിടെ ഒരു ചൊറയിടുകയും ഒരു വരയുമാണ് ഇടേണ്ടത്. അതേപോലെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ തീ എന്നുള്ളത് ഷീ ആക്കുക, ഇവിടെയും തീ എന്നുള്ളത് ഷീ ആക്കുകയാണ് വേണ്ടത്. ഇത് എഴുതേണ്ടത് ഈ ഫീ മുതലും മറ്റേത് എഴുതേണ്ടത് ഈ ഫീ മുതലുമാണ്. മറ്റേതിൻ്റെ ഈ ഫീ മുതലുമാണ്. അതിലുള്ള ബാ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ബാ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എഴുതണമായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത് നീയെന്നും രണ്ടാമത് നീയെന്നും ഒരേപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇതാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഒരു ക്ലിയർ ഓർവുണ്ട് ഫോണിൽ. ഞാൻ ഒന്ന് ശരിയാക്കി. അവിടെ റൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തോണ്ട. ഈ റൂ അത് റായ് നാക്കണം. ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ പറയുന്നുണ്ട്. റോ എന്നുള്ളത് റായാക്കുകയും വേണം.
അതാണ് ഒന്നാമത്തതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ റൂ എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതിയാൽ തെറ്റുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ തൂ എന്നുണ്ട്, അത് താ നോക്കി അത് ശരിയാവും, തൂ നോക്കി വരെ തെറ്റി. ഇതിൻ്റെ ഉത്തരവും ഫസ്റ്റത്തതാണ്. അവിടെ മൂന്നുള്ളത് മൂന്നെന്ന് എഴുതി വരെ തെറ്റി, മാ നോക്കി വരെ ശരിയാവും. ഇവിടെയും റൂ എന്നുള്ളത് റൂ തന്നെ എഴുതിയവർക്ക് തെറ്റി, റാ എന്നാക്കിയവർക്ക് ശരിയും. അടുത്തത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എഴുതാനാണ് പറയുന്നത്. ഇതാണ് നല്ല കാര്യങ്ങളും, ഇവിടെ ചീത്ത കാര്യങ്ങൾ പറയുന്നത്. നല്ല കാര്യങ്ങൾക്ക് 1 എന്നും ചീത്ത കാര്യങ്ങൾക്ക് 2 എന്നാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് മുതൽ ഈ 2 വരെയാണ് ചീത്ത കാര്യങ്ങൾ. ഹു വാ എന്നു മുതൽ അവസാനം വരെയുള്ളത് നല്ല കാര്യങ്ങളിലും പെട്ടതാണ്. ഇതിന് 2 ശരിയായിരിക്കണം. അതിൻ്റെ ഉത്തരം ജായാണ്. 1ഉം 3ഉമാണ് ശരി.